പ്രവാഹങ്ങൾ മനസ്സുകളിലേക്ക് പ്രവാഹം കൊള്ളുന്ന സമയമേ കുളിർമ പോലെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൃദയസ്പർശമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞുങ്ങളെ കൊല്ലുന്ന പണി ഗർഭാശയത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. ഭ്രൂണഹത്യ, മാതാവിന്റെ ഗർഭാശയമാണ് ഇന്നത്തെ ആദ്യത്തെ കൊലാലയം. ആദ്യത്തെ കൊല പിറവിയെടുത്തിട്ടല്ല നടക്കുന്നത്. നീ പിറവിയെടുത്ത് ഭൂമിയിലേക്ക് വരാൻ പോലും നിന്നെ സമ്മതിക്കില്ല. മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ നിന്നെ കൊല്ലുമെന്ന് കുഞ്ഞിനോട് മാതാപിതാക്കൾ പറയുന്ന കാലമാണ്. ഇന്നത്തെ പത്രത്തിലും ഇന്നലത്തെ പത്രത്തിലും ഭ്രൂണഹത്യയുടെ കണക്കുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ലോകത്തെ മാതാപിതാക്കൾ കൊന്നുകളഞ്ഞ മക്കളുടെ ഭ്രൂണം, മാതാവിന്റെ ഗർഭാശയത്തിൽ രൂപം പ്രാപിക്കുന്ന എംബ്രിയോ ഭ്രൂണം, അതിലേറ്റവും കൂടുതൽ പറയേണ്ടതില്ലല്ലോ, കൊല ചെയ്യപ്പെട്ടത് പെൺഭ്രൂണമാണ്. പെണ്ണിന്റെ ജന്മം ഇപ്പോഴും അഭിശപ്ത ജന്മമാണത്രേ. പെണ്ണിനെ കുറിച്ച് പറയാത്തവരില്ല, പെണ്ണിനെ കുറിച്ച് പാടാത്ത പാട്ടില്ല, പെണ്ണിനെ കുറിച്ച് പറയാത്ത കഥയില്ല, പെണ്ണിനെ വിറ്റ് പെണ്ണിന്റെ കണ്ണീര് കാശാക്കിയിട്ട് നടത്താത്ത കലാപരിപാടികളില്ല, പെണ്ണിനെ അവതരിപ്പിച്ചിട്ട് പെണ്ണിന്റെ തൊലിവെളുപ്പ് മുതലാക്കി അതിലൂടെ വിറ്റഴിക്കാത്ത വിഷമില്ല. പരസ്യ പലകയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് പെണ്ണിനെ അപമാനിച്ചു നിർത്തി ആ സ്ത്രീയെ കാട്ടിയിട്ട് കാണിക്കാത്ത നാണക്കേടുകളില്ല, വിറ്റഴിക്കാത്ത അഭിമാനമില്ല. എന്നിട്ടും ആധുനിക സംസ്കൃതിക്ക് പെണ്ണിന്റെ ജന്മം ശാപമാണ്. അതുകൊണ്ട് ഗർഭാശയത്തിൽ വെച്ച് തന്നെ കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞാൽ ജനിക്കുന്നതിന് മുമ്പ് പെണ്ണിന്റെ ഭ്രൂണത്തെ കൊല്ലുകയാണ് പരിഷ്കൃത മാതാപിതാക്കൾ. പരിഷ്കൃത മാതാപിതാക്കൾ കുഞ്ഞിനെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ വധിച്ചു കളയുകയാണ്. വല്ലാത്ത ഒരു ദുസ്ഥിതി. അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. ഫഖാൽ, എന്നിട്ട് ആ ആള് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നമ്മള് സലാത്ത് ഊർജിതമായി ഊർജ്ജസ്വലമായി ആത്മാവിൽ നിന്ന് ജീവന്റെ അടിയിൽ നിന്നാണ് നമ്മുടെ സലാത്ത് വരിക. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടിച്ചു വീശുന്ന കാറ്റ് സാക്ഷി, ഈ ഇളകുന്ന ഇലകൾ സാക്ഷി, ഈ കുളിർമ സാക്ഷി, മരിക്കാത്ത രാത്രി സാക്ഷി, ചൂളം വിളിക്കുന്ന കാറ്റ് സാക്ഷി, മദീനയിൽ നിന്ന് പിറവികൊണ്ട് തലോടാനെത്തുന്ന മാരുതൻ സാക്ഷി, തിരിച്ചങ്ങോട്ട് തന്നെ പോകുന്ന കാറ്റ് സാക്ഷി. ഇന്നലെ രാത്രി ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു ഹദീസ് ആവർത്തിക്കാതിരിക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല, ആവർത്തിക്കുന്നത് ഇഷ്ടമല്ല. ഇന്നലെ പറഞ്ഞ ഒറ്റ സംഭവം പോലും കഴിഞ്ഞ 17 കൊല്ലവും നബിയെ കുറിച്ച് പറയാത്തതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലേക്കുള്ള പാതയിൽ ഈ പരിപാടിക്ക് വേണ്ടി ഒരുങ്ങാനിരിക്കുമ്പോ ഈ വിനീതൻ ചിന്തിക്കാറുണ്ട്, എന്ത് പറയണം? ഹിജ്റ പറഞ്ഞുപോയി, ഫത്ഹ് മക്ക പറഞ്ഞുപോയി, മിഅ്റാജ് പറഞ്ഞുപോയി, വഫാത്ത് പറഞ്ഞുപോയി, സിദ്ദീഖിനെ പറഞ്ഞുപോയി, ഫാറൂഖിനെ പറഞ്ഞുപോയി, ദുന്നൂറൈൻ ഉസ്മാനെ പറഞ്ഞുപോയി, അലിയെ പറഞ്ഞുപോയി, ഫാത്തിമയെ അലങ്കരിക്കാൻ ശ്രമിച്ചുപോയി, ആയിഷയുടെ പുഞ്ചിരിക്ക് മുമ്പിൽ പലവട്ടം തല കുനിച്ചുപോയി, അവിടുത്തെ മഹാത്മ്യത്തിന് മുമ്പിൽ മൗനമായി പോയി. പുണ്യനബിയുടെ സംഭവ പരമ്പരകൾ 17 കൊല്ലം ഒരുപാട് കിളിർത്തുപോയി, വസന്തമായി വിടർന്നുപോയി, പരിമളമായി, പൂക്കളായി, ഉദ്യാനം തളിർക്കലായി, ഹൃദയങ്ങൾക്ക് രോമാഞ്ചമായി, പാരത്രിക ലോകത്തേക്ക് വിഭവമായി, ദുനിയാവ് ധന്യമായി, ആത്മാവ് കുളിരൂറി, ഹൃദയം കോരിത്തരിച്ചു, പ്രാർത്ഥനകൾ നിർഭരമായി, സലാത്തുകളുടെ പാരാവാരമായി. എത്രയോ ജീവിതങ്ങളിൽ സലാത്തുകളുടെ ഉദ്ഘാടനങ്ങളായി.
എന്നിട്ട് ഒരുങ്ങാൻ പോകുമ്പോ ഓർക്കും ഇനി എന്ത്, ഇക്കൊല്ലം എന്ത്. അപ്പോഴല്ലേ പുതിയ പുതിയ കിണറുകൾ കുഴിക്കപ്പെട്ട പോലെ, പുതിയ പുതിയ ഖജനാവുകളുടെ പെട്ടി തുറന്ന പോലെ, പുതിയ ഏതോ സുഗന്ധം വന്നണഞ്ഞ പോലെ, പുതിയ ഒരു കാറ്റ് വീശിയ പോലെ, പുതിയ ഒരു രാഗം ഉതിർന്ന പോലെ, പുതിയ ഒരു ചന്ദ്രൻ ഉദിച്ച പോലെ, വീണ്ടും അവിടുത്തെ പുരികക്കൊടി തിളങ്ങി, വീണ്ടും അവിടുത്തെ കവിൾത്തടം ജ്വലിച്ചു, വീണ്ടും ആ നെറ്റിത്തടത്തിന്റെ ശോഭ മിന്നി മറഞ്ഞു, വീണ്ടും അവിടുത്തെ മന്ദസ്മിതം ഹൃദയത്തെ സജീവമാക്കി, വീണ്ടും അവിടുന്ന് ഉണർത്തി, വീണ്ടും പ്രചോദനമായി, വീണ്ടും ഉത്സവമായി, ആത്മാവിന്റെ ഉത്സവമായി, ഹൃദയങ്ങളുടെ ഉത്സവമായി, തീരാത്ത ദാനമായി, അടങ്ങാത്ത ആനന്ദമായി, പിരിയാത്ത ദുഃഖമായി, തീർത്താൽ തീരാത്ത സങ്കടമായി പരിശുദ്ധ റസൂലേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പുതിയത് പറയുമ്പോ പഴയത് പറയാതിരിക്കാൻ അങ്ങേയറ്റം ശ്രമിക്കാറുണ്ടെങ്കിലും ആവർത്തി